ദ ജേർണലിസ്റ്റിലേക്ക് ഏത് നിമിഷവും ഇറാനു നേരെ ഒരു ആക്രമണം നടത്തുമെന്ന പ്രതീതി നിലനിർത്തിക്കൊണ്ടു പോവുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 72 മണിക്കൂർ മുമ്പ് ഇറാനിലേക്ക് USS എബ്രഹാം ലിങ്കൺ എന്ന പടുകൂറ്റൻ വിമാനവാഹിനി യുദ്ധക്കപ്പലും അനുബന്ധ പടക്കപ്പലുകളുമൊക്കെ അയച്ച് ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു, ആക്രമണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇറാൻ കാലിൽ വീണ് ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് വഴങ്ങണമെന്ന മട്ടിൽ ട്രംപ് ലോകത്തോട് സംസാരിച്ചു. ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ ആശങ്കയോടുകൂടിയാണ് ട്രംപിൻ്റെ ആ നീക്കത്തെ ഉറ്റുനോക്കിയത്. എന്നാൽ ഇറാൻ പരമപുച്ഛത്തോടെയും വെല്ലുവിളിയോടെയും ആത്മബലത്തോടെയുമായിരുന്നു ട്രംപിൻ്റെ ആ നീക്കത്തെ കണ്ടത്. അതായത് നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു തള്ളുവീരനാണ്. തള്ളുകൾ നിരന്തരമായി നടത്തുക, വീരവാദം പറയുക, പൊങ്ങച്ചം കാണിക്കുക, ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുക തുടങ്ങിയവയൊക്കെ ട്രംപിൻ്റെ രീതികളാണ്. അത് അമേരിക്കൻ ജനതയ്ക്കും അമേരിക്കൻ മാധ്യമങ്ങൾക്കും വരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അമേരിക്കയിൽ പോലും ട്രംപിൻ്റെ പല വെല്ലുവിളികളെയും ഭ്രാന്തൻ്റെ ജൽപ്പനം എന്ന രീതിയിലാണ് മാധ്യമങ്ങളും ജേണലുകളും പറയാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് പൊടുന്നനെ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി വലിയ സന്നാഹങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ, അതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇറാൻ രംഗത്ത് വന്നതോടെ ട്രംപിൻ്റെ ആ നീക്കവും പൊളിഞ്ഞു എന്ന് നേരത്തെ തന്നെ മനസ്സിലായതാണ്. അതായത് ട്രംപ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കി ഇറാൻ്റെ അതിർത്തിയിലേക്ക് വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഒക്കെ അയക്കുകയും അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഭീമാകാരനായ വിമാനങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം വരുന്നു എന്ന് തന്നെ ലോകം കരുതും. അങ്ങനെ കരുതി സകല വിമാനങ്ങളും അറബ് രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ അവസാനിപ്പിച്ചു. ഇറാൻ്റെ ആകാശം കൊട്ടിയടയ്ക്കുന്ന വിധത്തിലേക്ക് നടപടികളുണ്ടായി. കാരണം ഏത് നിമിഷവും ആകാശമാർഗമുള്ളൊരു യുദ്ധം ഉണ്ടാകും, അതുപോലെ തന്നെ ഈ പടക്കപ്പലുകൾ ഇറാൻ്റെ അതിർത്തിയിലേക്ക് പോകുമെന്നൊക്കെ പ്രചാരണം വന്നു. അങ്ങനെ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് അത്തരത്തിൽ വലിയ ഭീതി നിലനിന്നിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപ് ഒരു യുദ്ധത്തിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇറാൻ്റെ പ്രത്യാക്രമണം നടന്നിരിക്കുന്നു എന്ന് ട്രംപിന് മനസ്സിലായി. ആ പ്രത്യാക്രമണം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് അത് സാങ്കേതികമായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടാനാണ്. അതായത് നമ്മളൊരു യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ, ആക്രമണം എന്ന വാക്കിൻ്റെ അർത്ഥം അത് കുറച്ച് ബോംബുകൾ അവിടെ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ടുപോയി അവിടെ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ മിസൈലുകൾ വിക്ഷേപിക്കുന്നു എന്നുള്ളതല്ല. അതിനു മുമ്പ് തന്നെ വാക്കുകൾ കൊണ്ടുള്ള ഒരു കടന്നാക്രമണമുണ്ട്. അവിടെ മുതൽ ശരിക്കും യുദ്ധ സാഹചര്യം ആരംഭിക്കുകയാണ്. അതായത് ഒരു യുദ്ധമെന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ഇന്ന് അവിടെ തകർത്ത് കളയാമെന്ന് വിചാരിച്ച് രാവിലെ കൊണ്ട് ബോംബിടുന്നതല്ല. മറിച്ച് കാലങ്ങൾക്ക് മുന്നേ തന്നെ ആ ആക്രമണത്തിനുള്ള ആരംഭം കുറിച്ചിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറിയ തരത്തിലുള്ള പ്രകോപനങ്ങളായിരിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ കടുത്ത നിലയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള വെല്ലുവിളികൾ, കടന്നാക്രമണങ്ങളായിരിക്കും. അവിടെ മുതൽ ശരിക്കും യുദ്ധത്തിൻ്റെ സാഹചര്യം ആരംഭിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇവിടെ അമേരിക്കയുടെ ആക്രമണം തന്നെയായിരുന്നു ഇറാൻ്റെ അതിർത്തികളിലേക്ക് ഈ USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പലുകളും ചെറു യുദ്ധക്കപ്പലുകളും ഒക്കെ അയക്കുന്ന നടപടി. അതൊരു ആക്രമണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ അത് ഏതെങ്കിലും സമാധാനത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന പരിപാടിയല്ലല്ലോ. അത് യുദ്ധത്തിൻ്റെ ഭാഗമായി, ഇറാന് നേരെയുള്ള കടന്നാക്രമണങ്ങളുടെ ഭാഗമായി വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം അവസാനിപ്പിച്ച് അടുത്ത ഘട്ടമെന്ന നിലയിലേക്കാണ് ഈ ആയുധങ്ങൾ, യുദ്ധസന്നാഹങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള ആക്രമണം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ആക്രമണമാണ്. അതിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സാധാരണഗതിയിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലും അതുപോലെ തന്നെ അനുബന്ധ യുദ്ധസന്നാഹങ്ങളും ഫൈറ്റർ ജെറ്റുകളും ഒക്കെ ആയിട്ടൊരു വലിയ പട പോവുകയാണെങ്കിൽ, ആ രാജ്യത്തിന് കരുത്തില്ല എങ്കിൽ, ആ രാജ്യത്തെ ഭരണകൂടത്തിന് ആത്മബലമില്ല എങ്കിൽ അവർ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാകും. മധ്യസ്ഥർ വഴിയെങ്കിലും ഒരു ഇടനിലക്കാരെ നിർത്തിക്കൊണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരായിരിക്കും ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കുക. പക്ഷെ ഇവിടെ ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പ്രത്യാക്രമണം തന്നെയാണ് നടത്തിയത്. അതായത് അമേരിക്ക നടത്തിയത് ഒരു ആക്രമണമാണെങ്കിൽ, ഈ യുദ്ധക്കപ്പലുകളും പടക്കപ്പലുകളും അയച്ചത് ഒരു ആക്രമണത്തിൻ്റെ ഭാഗമാണെങ്കിൽ,
കൃത്യമായി അതിനുള്ള പ്രത്യാക്രമണം എന്ന നിലയിൽ അമേരിക്കയ്ക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തിരിച്ചുവെച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കി ഏതു തരത്തിലുള്ള ആക്രമണം നടന്നാലും അതിന് തത്തുല്യമായ രീതിയിൽ പ്രത്യാക്രമണം നടത്താനുള്ള സന്നാഹങ്ങൾ നിരത്തുമ്പോൾ അത് അമേരിക്ക നടത്തിയ ആ ആക്രമണ രീതിക്കുള്ള കൃത്യമായ പ്രത്യാക്രമണം തന്നെയാണ്. അത് രൂക്ഷമാണ് എന്ന് മനസ്സിലായിടത്താണ് ട്രംപ് ഈ പടക്കപ്പലുകളെ ഇറാനിലേക്ക് പറഞ്ഞയക്കാൻ മടിച്ചത്. അതായത് ട്രംപ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ട്രംപ് ഒന്ന് ഉത്തരവിട്ടാൽ ഇറാനെ തകർക്കുന്ന വിധത്തിലേക്ക്, ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഈ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോകുന്ന പടക്കപ്പലുകൾ ഉപയോഗിച്ച് പൊടുന്നനെ ആക്രമണം നടത്താൻ, അതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലുള്ള ഫൈറ്റർ ജെറ്റുകൾ പൊടുന്നനെ ആകാശത്തേക്ക് പറത്തിവിട്ട് ഇറാനിലേക്ക് വലിയ ആക്രമണം നടത്താം. ട്രംപ് ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി, ട്രംപ് ഒന്ന് വിളിച്ചാൽ മതി. പക്ഷെ ട്രംപ് കഴിഞ്ഞ 72 മണിക്കൂറിന് ശേഷവും അത് ചെയ്തില്ല. തെക്ക് വടക്ക് പോവുകയാണ് അതിലെ ഈ അമേരിക്കൻ യുദ്ധവാഹിനി കപ്പലൊക്കെ. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ നടക്കുകയാണ് ഈ അറബ് രാജ്യങ്ങളിലെ കടലുകൾക്ക് ഇടയിലൂടെ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ സജ്ജമാണ്, ഇറാൻ്റെ പ്രത്യാക്രമണം ഗുരുതരമാണ്, അത് ഇസ്രായേലിനെയും ബാധിക്കും, ഇസ്രായേലിനെ കൂടി തകർക്കുന്ന വിധത്തിലായിരിക്കും ഇറാൻ്റെ നീക്കങ്ങളെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് കിട്ടി. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം ചെയ്യാൻ പോയാൽ വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ട്രംപ് പിന്തിരിയുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഒരു യുദ്ധമുണ്ടാകില്ല, യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട് എങ്കിലും അത് കുറച്ച് ദിവസം കൂടി നിലനിർത്തിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ട്രംപിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഏതെങ്കിലും മധ്യസ്ഥ രാജ്യങ്ങളെ ഉപയോഗിച്ച് ഇറാനുമായി ഒരു ചർച്ച നടത്തി കൈകൊടുത്ത് പിരിയലോ അല്ലാതെ ഇറാൻ്റെ അതിർത്തിയിലേക്ക് കടന്നു കയറി ഇറാനെ തകർക്കുന്ന വിധത്തിൽ ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു, ട്രംപിൻ്റെ മനോഭാവം, ട്രംപിൻ്റെ ചിന്താഗതി അത് അപ്രവചനീയമാണ്. എന്താണ് ട്രംപ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വെനസ്വലൻ പ്രസിഡൻറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ വെനസ്വലയിലേക്കൊരു ആക്രമണം നടത്തുമ്പോൾ, മഡൂറോയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരിക്കലും അത് തിരിച്ചടിക്കില്ല എന്ന് ട്രംപിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഡെൽറ്റ ഫോഴ്സിനെയൊക്കെ ഉപയോഗിച്ച് അത്തരമൊരു നിർണായകമായ നീക്കത്തിലേക്ക് ട്രംപ് കടന്നത്. അതിനുശേഷം കൊളംബിയ അടക്കമുള്ള പല രാജ്യങ്ങളും പിടിച്ചെടുക്കും, അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ചുകൊണ്ട് വരുമെന്നൊക്കെ ട്രംപ് പറയുമ്പോൾ അവിടുന്ന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ട്രംപിന് അറിയാം. പക്ഷേ ഇറാനെ വെല്ലുവിളിച്ചതേ ട്രംപിന് ഓർമ്മയുള്ളൂ. കാരണം മറ്റൊരു രാജ്യവും വെല്ലുവിളിക്കാത്ത വിധത്തിലാണ് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചത്. ഖാംനെയിയെ തൊട്ടാൽ ട്രംപിനെ തട്ടും എന്ന് തീർത്ത് പറഞ്ഞു ഇറാൻ. നോക്കുക, ഈ ഇറാനെയാണ് ഇവിടെ ഇരുന്നിട്ട് കുറേ ആളുകൾ പരിഹസിക്കുന്നത്. ഇറാനെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഇറാൻ ഇസ്ലാമിക ഭരണം വളരെ മോശമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന് കരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ ചാവാലി സംഖ്യകൾ കടന്നിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ കുറേ കമൻറ്റ് ബോക്സിൽ നിന്ന് തള്ളുന്നുണ്ട്. ഇവരെ കടുത്ത നിരാശ ബാധിച്ചിരിക്കുന്നു. ഇറാൻ ഇന്ന് വീഴും, നാളെ വീഴും, ഖാംനെയി ഭരണകൂടം താഴെ വീഴും, ഇസ്ലാമിക ഭരണം, അവരുടെ പ്രശ്നം അതാണ്. ഇസ്ലാമിക ഭരണം എന്ന് കേൾക്കുന്നിടത്താണ് ഇവരുടെ ചൊറിച്ചിൽ. അപ്പോൾ ഇസ്ലാമിക ഭരണം ഇപ്പോൾ അവസാനിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നവന്മാർ ട്രംപിൻ്റെ തള്ളും കേട്ട് വിശ്വസിച്ച് ഒരു മാസമായി വായും പൊളിച്ചിരിക്കുകയാണ് ഇറാൻ വീഴുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുക. മറ്റൊരു രാജ്യവും അമേരിക്കയെ വെല്ലുവിളിക്കാത്ത വിധത്തിൽ, എന്തിന് റഷ്യ പോലും അമേരിക്കയെ ഈ വിധത്തിൽ വെല്ലുവിളിച്ചിട്ടില്ല സമീപകാലത്തൊന്നും. അപ്പോൾ അത്രയും ശക്തമായ നിലയിൽ അമേരിക്കയെ വെല്ലുവിളിച്ച് വിറപ്പിക്കുന്ന ഇറാൻ ഒടുവിൽ ട്രംപിന് മനസ്സിലായി അങ്ങോട്ട് കയറിയാൽ അടി കിട്ടും, നല്ല രീതിയിൽ കിട്ടുമെന്ന് മനസ്സിലായിട്ട് ട്രംപ് പിന്തിരിയുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. അല്ലെങ്കിൽ ഇത്രയും സന്നാഹങ്ങൾ കടലിലുണ്ട്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ മുഴുവൻ ഫൈറ്റർ ജെറ്റുകളും ഭീമാകാരനായ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന വലിയ വിമാനങ്ങളും ഒക്കെ എത്തിച്ചിട്ടും ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല? കാരണം ഇറാൻ്റെ പ്രത്യാക്രമണം രൂക്ഷമാണ്. ഇതൊരാക്രമണമാണെങ്കിൽ തിരിച്ചതുപോലെ പ്രത്യാക്രമണം അവിടെ നിന്ന് വരുന്നുണ്ട്. ഒരു ആക്രമണമായി കാണുക, ഈ സന്നാഹങ്ങൾ ഒരുക്കുന്ന മുഴുവൻ ഒരു ആക്രമണത്തിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി കാണുക. അപ്പോൾ സമാനമായ രീതിയിൽ അപ്പുറത്തും സന്നാഹങ്ങൾ വരുന്നു, തിരിച്ചടി ഉണ്ടാകുന്നു, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് കത്തുമെന്ന് മനസ്സിലാകുന്നു, ഇസ്രായേൽ തകരുമെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഇറാൻ ഒരു ചെറിയ ശക്തിയാണെന്ന് ഇനി ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ ധാരണ മാറ്റിക്കോളൂ കേട്ടോ. ഇറാൻ ചെറിയ ശക്തിയല്ല, ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തി തന്നെയാണ് ഇറാൻ. സാമ്പത്തികമായി അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതവർ തിരിച്ച് കൊണ്ടുവരികയാണ്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇസ്ലാമിക ഭരണം അവിടെ ശക്തമാവുകയാണ്. ആയത്തുള്ള അലി ഖാംനെയി കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകനെ കൂടി ഭരണ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഭരണ നിർവഹണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അതായത് പ്രക്ഷോഭകരെ മുഴുവൻ അടിച്ചമർത്തി ട്രംപിൻ്റെ വാക്ക് കേട്ട് തെരുവിലിറങ്ങിയ പലരും ഇതോടകം മരിച്ചു കഴിഞ്ഞു.
പതിനായിരക്കണക്കിന് പേരെ അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വിദേശ വിധ്വംസക ശക്തികളെ പിടികൂടുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇറാൻ തകരുമെന്ന് കാത്തിരുന്ന എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ ആഭ്യന്തര കലാപം ഇറാനിൽ രൂക്ഷമാകുമ്പോൾ അതിനിടയിലൂടെ പോയി ആക്രമിക്കാനായിരിക്കും ട്രംപ് ഈ സന്നാഹങ്ങളൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ആഭ്യന്തര കലാപത്തെ ഫലപ്രദമായി ഇറാൻ അതിജീവിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ശക്തമായ ഭരണാനുകൂല തരംഗമുണ്ടാകുന്നു. അതായത് ആയത്തുള്ള അലി ഖാംനയുടെ ഭരണം താഴെ വീഴുകയാണെങ്കിൽ പിന്നെ വരുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ നിയന്ത്രിക്കുന്ന ഭരണമാണെന്ന് മനസ്സിലാക്കിയ രാജ്യത്തോടു കൂറുള്ള യഥാർത്ഥ ഇറാനികൾ അല്ലെങ്കിൽ രാജ്യസ്നേഹികളായ ഇറാനികൾ അവർ ലക്ഷക്കണക്കിന് പേര് ടെഹ്റാനിലും സമീപ പ്രവിശ്യകളിലുമൊക്കെ തെരുവിലിറങ്ങി ഖാംനെയി ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഐക്യം ഇറാനിൽ രൂപപ്പെടുന്നു. ആ ഭരണകൂടത്തിന് ആ ഐക്യത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അവരുടെ ആ സ്വപ്നവും തകർന്നു എന്ന് മനസ്സിലാവുകയാണ്. അവിടെയാണ് അമേരിക്കയുടെ സകല പദ്ധതികളും പൊളിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു പേടിപ്പിക്കുന്ന നിലയിലേക്ക് ഇത്രയും വലിയ സന്നാഹങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ അതുകൊണ്ടും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ അമേരിക്ക ഒരു പോസ്റ്റ് സ്റ്റേജിലാണ്, അതായത് ഫ്രീസായ അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് ഈ USS എബ്രഹാം ലിങ്കണിലുള്ള ആളുകൾക്കും അറിയില്ല. എന്ത് നിർദ്ദേശം കൊടുക്കണം എന്ന കാര്യത്തിൽ ട്രംപിനും വലിയ ആശയക്കുഴപ്പമുണ്ട്. എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്താൽ ആക്രമണം നടന്നാൽ നെതന്യാഹു അവിടെ ഭയന്നിരിപ്പുണ്ട്, അടി അങ്ങോട്ടേക്കും വരും. അപ്പോൾ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ തൊടാൻ കഴിയില്ല എന്നൊക്കെ ഇനിയും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളുക, കഴിഞ്ഞ ജൂണിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ വലിയ ശക്തമായ ആയുധങ്ങൾ ഇറാൻ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇസ്രായേലാണ്. ഇറാൻ്റെ കരുത്ത് അല്ലെങ്കിൽ ആയുധബലം വളരെ കൂടുതലാണെന്ന് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയതും ഇസ്രായേലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ചെറിയ ശക്തിയാണ് എന്ന ധാരണയൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇറാനെ ഭയന്ന് ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ വിറച്ച് അമേരിക്ക പിന്മാറുക തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.